പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഴവിൽ മനോരമയുടെ ജീവിതനൗക എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് നടക്കുന്ന ജീവിതനൗക എന്ന് പറഞ്ഞ സീരിയലില്ലേ, അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സെറ്റിലാണ്. മഴവിൽ മനോരമയ്ക്ക് 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. മഴവിൽ മനോരമയുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ജീവിതനൗക എന്ന് പറഞ്ഞ ആ സീരിയലിൻ്റെ ലൊക്കേഷനിൽ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വ്ളോഗ് ഈ സീരിയലിന്റെ ജീവിതനൗക എന്ന് പറഞ്ഞ സീരിയൽ ലൊക്കേഷൻ. ഇതിന്റെ ശബ്ദമുണ്ട് കേട്ടാ, ചെറിയ ശബ്ദമുണ്ട്, ഈ ജനറേറ്റർ വർക്ക് ചെയ്യുന്നതിന്റെ ശബ്ദമുണ്ട്. കുഴപ്പമില്ല നമുക്ക് അവിടെ. അപ്പൊ ഈ സീരിയലിന്റെ കഥാപാത്രങ്ങളെ ഇത് ഓൾറെഡി ജീവിതനൗക എന്ന് പറയുന്ന സീരിയൽ കാണുന്നവർക്ക് അറിയാം. ഇനി കാണുന്നവർക്കായാലും അല്ലാത്തവർക്കായാലും ഇതിലത്തെ അഭിനയിക്കുന്നവരൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഒരാളവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. നല്ല ചിരിച്ചിരിക്കുന്ന ഒരാളാണ്ട. ചിരിയാണ് എന്റെ ഹൈലൈറ്റ്. ഇതിലൊരു ക്യാരക്ടറിന്റെ ഇങ്ങനെ പറയണം കൂടെ ഉണ്ട്. ഞാനിങ്ങനെ എന്താ പറയാ, കരഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഭംഗിയാവില്ല, എന്തോ ചിരിക്കണ പോലെ തോന്നാം. ചിരിയാണ് എന്റെ ഹൈലൈറ്റ്. ചിരി ആരോഗ്യത്തിന് നല്ലതാണല്ലോ. പക്ഷെ സീരിയൽ സാധാരണ നായികമാര് കരയുമ്പോഴാണല്ലോ റേറ്റിംഗ് കൂടാറ്. അത് സത്യമാണ്. പക്ഷെ ജീവിതനൗകയിലെ നായിക അങ്ങനെയല്ല. ജീവിതനൗകയിൽ സുമിത്ര എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിലെ ആ നായിക അങ്ങനെയല്ല. നമ്മുടെ റിയൽ ലൈഫിൽ എല്ലാ സ്ത്രീകൾക്കും വിഷമമുണ്ടാവും, പക്ഷെ അതേസമയം ബോൾഡ് ആയിരിക്കും. ഒരാളുടെ വസ്ത്രധാരണ രീതി മാത്രമല്ലല്ലോ അവരിതാക്കുന്നത്. നമ്മുടെ സാധാരണ സീരിയലുള്ള നായകന്മാരെക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒത്തിരി ബോൾഡായ എന്ന നല്ലൊരു വീട്ടമ്മ, അവരിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്ന ഒരു ക്യാരക്ടറാണ്. അതെ. പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയൂ. തൃശ്ശൂരിൽ നിന്നൊരു ടീം വരുന്നുണ്ടെന്ന് പറഞ്ഞു. മഴവിൽ മനോരമയിലെ ഇങ്ങനെ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയ സ്ഥിതിക്ക് വരുന്നുണ്ട്, വ്ളോഗ് ചെയ്യാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ആരാ വരാന്ന്. അപ്പം എന്തായാലും നിങ്ങൾ കാണാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അതല്ലേ ഞാൻ ചോദ്യമായിട്ട്. ഓക്കെ, ജഗ്ഗു. ജഗ്ഗുനെന്താ പേരുണ്ടോ? ഞങ്ങൾക്കത് കൊറോണ ഉണ്ടോ? എങ്ങനെ പോകുന്നു നിങ്ങളെ ചാനൽ? ഞങ്ങള് കൃഷി, പാചകം, യാത്ര, പിന്നെ ഞങ്ങളുടെ അനുഭവങ്ങൾ പറയാൻ. എനിക്ക് കുഴപ്പമില്ല. ഞാനെപ്പോഴും ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റേഞ്ച് കിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നിങ്ങനെ ഇടയ്ക്ക് വെക്കല് റേഞ്ച് ഇട്ടായിരിക്കണം. അതുകൊണ്ടാണ് പിന്നെ ആദ്യം നിങ്ങൾക്ക് കിട്ടിയത്. അത് കുഴപ്പമില്ല. എന്റെ വീട് മലപ്പുറത്ത് നിലമ്പൂരാണ് വീട്. അവിടെ നിന്നാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാനാണ് ഈ സീരിയലിൽ കുറച്ച് ദൂരെ നിന്ന് വരുന്ന ഒരാള്. ബാക്കി ഒട്ടുമിക്ക ആളുകളും തിരുവനന്തപുരം, എറണാകുളം ഒക്കെയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇത്രയും ദൂരെ നിന്ന് വരുന്നത്. മലയാളത്തിൽ ആദ്യത്തെ സീരിയലാണ്. അതെ, ഞാൻ തമിഴിലാണ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ചെയ്തോണ്ടിരുന്നത്. പിന്നെ തമിഴ് നന്നായിട്ട് അറിയാം. എഴുതാനും വായിക്കാനും. ഞാൻ 3 വർഷം അവിടെ ആയിരുന്നു. അവിടെ ഓൾ ഇന്ത്യ റേഡിയോയിലെ കാഷ്വൽ അനൗൺസർ ആയിരുന്നു. 2 വർഷം കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്തിരുന്നു. അതിന്റെ കൂട്ടത്തില് അപ്പൊ പഠിച്ചതും വളർന്നതൊക്കെ അല്ല, ഡിഗ്രി ചെയ്തത് അവിടെ ചെന്നൈ മദ്രാസ് യൂണിവേഴ്സിറ്റി. ബാക്കിയെല്ലാം നാട്ടിൽ തന്നെ. എല്ലാവർക്കും വിചാരിക്കാറുണ്ട്, ഞാൻ തുടക്കത്തിൽ ഇവിടെ വന്ന സമയത്തൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്നു ഞാൻ തമിഴാണ്, ആ ഒരു ടച്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ +2 വരെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് പക്ക മലപ്പുറം ഭാഷ സംസാരിക്കാറ്. പക്ഷെ ഞാനത് സംസാരിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഉള്ള വിലയും കൂടെ പോവാന്നുകൊണ്ടാണ്. നമ്മുടെ ഭാഷ നമ്മള് മറക്കരുത് അല്ലേ? ഞങ്ങൾ അങ്ങനെയാണ്. അത് സത്യം. എന്റെ അമ്മയുടെ നാട് തൃശ്ശൂരാണ്. അച്ഛൻ തൃശ്ശൂര് അക്കിക്കാവുണ്ട് അവിടെ. അച്ഛൻ്റെ നാട് കണ്ണൂരാണ്. അപ്പൊ ഞങ്ങൾ മലപ്പുറം സെറ്റിലാണ്. അപ്പൊ ഞങ്ങൾക്ക് 3 കൂടിയ ലാംഗ്വേജ് വരും. ചേച്ചിയുടെ കല്യാണം കഴിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാഷ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വീണത്തിലാണല്ലോ പറയാ. ഞങ്ങള് ഇങ്ങോട്ട് വരാൻ കാരണം ഇങ്ങോട്ടാക്കിയത് CM ചാറ്റ് വിത്ത് CM എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞങ്ങൾ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പൊ അത് കാരണം ഇങ്ങോട്ട് ഞങ്ങൾക്ക് എറണാകുളത്തുള്ള ലൊക്കേഷനിൽ പറഞ്ഞിരുന്നേ. അതേതായിരുന്നു? വേറൊരു സീരിയലില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇവിടെ നിന്ന് വീണ്ടും എറണാകുളത്തേക്ക് ഇപ്പൊ പോണേ. ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട്, നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോടും അഭ്യർത്ഥിക്കുന്നു, ഞങ്ങൾ സീരിയലൊക്കെ കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. കാണുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നില്ല. എല്ലാവർക്കും തിരക്കാണ്, ബിസി ലൈഫാണെന്ന് അറിയാം. എന്നാലും കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ അതിലേക്ക് കാണാൻ ശ്രമിക്കും. ഇത്രയും സമയം ഞങ്ങളുടെ അടുത്ത് ഒരു ജാടയും ഇല്ലാത്ത അഞ്ജന എന്നാണ് ശരിക്കുള്ള പേര്. നന്നായിട്ട് തന്നെ സംസാരിച്ചു.
വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ യൂട്യൂബ് ചാനൽ അജൂസ് വേൾഡ്. അജൂസ് വേൾഡ്. അപ്പൊ ഞാൻ അടുത്ത ആളുടെ അടുത്ത് നമുക്ക് പോവാം. അപ്പൊ നമ്മുടെ അഞ്ജനേനെ, അതായത് ഈ സീരിയലിലത്തെ പ്രധാന നായിക കഥാപാത്രത്തിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നായകനെ കാണണ്ടേ? നായകനെ കാണാം. മോളില് പോണിയുണ്ടോ? വളഞ്ഞു പിരിഞ്ഞ പോണി. ഒരുവിധം എല്ലാ സീരിയലുകളിലും ഇങ്ങനത്തെ വളഞ്ഞു പിരിഞ്ഞ കോടികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ സീരിയലിലെ നായകൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നായകനെ നമുക്കിനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആളെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന സാജൻ സൂര്യയാണ്. ഞങ്ങളൊരു വ്ളോഗിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അജൂസ് വേൾഡ് എന്ന് പറഞ്ഞ ചാനൽ. അജൂസ് വേൾഡ് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോ മഴവിൽ മനോരമയുടെ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയല്ലേ യൂട്യൂബ് ചാനൽ. ആ സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഈ സീരിയലിന്റെ ലൊക്കേഷനിലേക്കാണ് നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സീരിയലിനെ കുറിച്ചിട്ട് പറഞ്ഞ കഥാപാത്രത്തിനെ കുറിച്ചിട്ടുണ്ട്. കഥാപാത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഹീറോ ഞാനൊന്നും അല്ല. കഥയാണ് ഇതിന്റെ ഒരു ഹീറോ. പിന്നെ ഇതിനകത്ത് 2 മെയിൽ ക്യാരക്ടേഴ്സിനാണ് ഇതിനകത്ത് പ്രാധാന്യമുള്ളത്. ഒന്ന് എൻ്റെ ക്യാരക്ടറിനും ഒന്ന് നിതിൻ ചെയ്യുന്ന ഹരി എൻ്റെ അനിയൻ്റെ ക്യാരക്ടറും. രണ്ടും തുല്യ പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ഓഫ് കോഴ്സ് സീരിയൽ പോലെ തന്നെ സീരിയലിൽ നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെ ശക്തമായ, എനിക്ക് തോന്നുന്നു അതിനകത്ത് സുമിത്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, വൈഫായിട്ടുള്ള ക്യാരക്ടറുണ്ട്. സുമിത്ര ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ. സാധാരണ സീരിയലിൽ കാണാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ല. സങ്കടം വരുമ്പോൾ കരയും, അത്രേ ഉള്ളൂ. പിന്നെ അതിനകത്ത് മേഘന എന്ന് പറയുന്ന ഒരു വില്ലത്തി ഉണ്ട്. വില്ലത്തി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വില്ലത്തിയാണ്. അങ്ങനെയുള്ള ഒരു കഥാപാത്രം. അങ്ങനെ വെറുപ്പ് തോന്നുന്ന വില്ലത്തിയല്ല. പക്ഷെ ചില പ്രവൃത്തികളിൽ വെറുപ്പ് തോന്നിയേക്കാം, പക്ഷെ അങ്ങനെയല്ല. പിന്നെ അതിനകത്ത് പ്രിയങ്കയുടെ ക്യാരക്ടറുണ്ട്. അത് വളരെ എന്താ പറയുക, നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇതിനകത്ത് കഥയും കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെയാണ്. ജയകൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കഥാപാത്രമാണ്. നമ്മളിപ്പോൾ ചിലത് എന്താ പറയുക, പല സീരിയൽ ഇപ്പോൾ ശരിക്കും 10-100 സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ കൃത്യമായ കണക്കൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് ഇരുന്ന് എണ്ണിയിട്ടും ഒരു പിടുത്തം കിട്ടില്ല, രത്തുപിടി കിട്ടില്ല. കാരണം മീൻസ് നമ്മൾ മെയിൻ കഥാപാത്രങ്ങളായിട്ട് ചെയ്ത സീരിയൽ എണ്ണി എടുക്കാൻ പറ്റും. അതല്ലാതെ നമ്മുടെ ഈ തുടക്ക സമയത്ത് ഇഷ്ടംപോലെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്, ഇമ്പോർട്ടൻസ് ഉള്ള ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. അന്നേ എഴുതി വെക്കണമെന്നൊക്കെ അത് അന്ന് എഴുതി വെക്കേണ്ടതായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞ കാര്യം സിനിമ എണ്ണി പറഞ്ഞു നിങ്ങൾ മുതൽ വലിയ അങ്ങനെ 3-4 പടങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ അങ്ങനെ ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 10 കഥാപാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ജയകൃഷ്ണനായിരുന്നു. അത്ര ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ സീരിയലിലുള്ള ആണുങ്ങളെ പോലെയല്ല. ഈ സാധാരണ സീരിയലിൽ മിക്കവാറും നമ്മുടെ പെണ്ണുങ്ങളെ തടലിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും മിക്കവാറും ആണുങ്ങൾ. അല്ലെങ്കിൽ പിന്നെ വില്ലനായിരിക്കും. വില്ലനാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും. ഹീറോസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഹീറോസും അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മുടെ വീട്ടിൽ പെരുമാറുന്നത് പോലെ, ശരിക്കും ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പെരുമാറുന്ന പോലെ, എൻ്റെ മക്കളുടെ അടുത്ത് പെരുമാറുന്നത് പോലെ, അനിയത്തിയുടെ അടുത്തും അനിയൻ്റെ അടുത്തൊക്കെ പെരുമാറുന്നത് പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളും സിറ്റുവേഷൻസും എല്ലാം. അല്ല, അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായ ഒരു സാധനമൊന്നും അല്ല. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ചെയ്യുന്ന സീരിയൽ കുറച്ച് നാച്ചുറൽ ആയിട്ടാണ് ഈ ഡയലോഗ്സ് എഴുതി വരുന്നതൊക്കെ. ജോർജ് കട്ടപ്പന അദ്ദേഹം എഴുതുന്ന ശരിക്കും പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ നമ്മൾ ഒരു പ്രാവശ്യം സ്ക്രിപ്റ്റ് വായിച്ചാൽ അപ്പോൾ ഈ സ്ക്രിപ്റ്റ് നമ്മൾ ഓൺലൈനിൽ വായിച്ചിട്ട് അതിനകത്ത് കണ്ടന്റ് പറഞ്ഞു തരുമ്പോൾ തന്നെ ഈ സ്ക്രിപ്റ്റിനകത്ത് എന്തുണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് നേരത്തെ ഫീൽ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടാണ് അദ്ദേഹം എഴുതി വരുന്ന സാധനം. അപ്പോൾ അത് നമുക്ക് പറയാനും നമുക്ക് ഒരു സുഖം. ഒറ്റ പ്രാവശ്യം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം. വലിയ കോംപ്ലിക്കേഷൻ, വലിയ ഭയങ്കര വാക്കുകൾ അങ്ങനെ ഒന്നും. അപ്പൊ ആളെ നമ്മള് സീരിയലിൽ കാണാനും ഭംഗിയാണ്. ആളെ കണ്ട വഴിക്ക് ജബ്രു പറഞ്ഞു ഒരു ഇംഗ്ലീഷുകാരൻ വരുന്നത്. ആളിനെ കണ്ടാൽ പറയില്ല. ഇത്രയും വലിയ പേരൊക്കെ താങ്ങുപോയി ശരീരത്തിൽ. ഏത് ചാനലിലായി?
5ാം ക്ലാസ്. 5ാം ക്ലാസ്. ഓക്കെ ശരി. വീട്ടില് 2 മക്കളല്ലേ? മാളവിക മീനാക്ഷി. എത്രയാണ് പഠിക്കുന്നത്? മൂത്തയാള് 11th-ലായി, രണ്ടാമത്തെ ആള് 4th. അപ്പൊ ശരിക്കും താമസം എവിടെയാ? ഞാൻ സെക്രട്ടറിയുടെ ബാക്കിലല്ല, സൈഡിലായിട്ട് വരും. ശാന്തിനഗർ എന്ന് പറയും, ഹൗസിംഗ് ബോർഡിന്റെ അവിടെ സ്റ്റാച്യു. അപ്പൊ എല്ലാ ദിവസം ഒരു കാലത്ത് ഇത് വരും. എല്ലാ ദിവസവും നമ്മൾ തിരുവനന്തപുരത്ത് ഈ സീരിയൽ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് അതാണ്. സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം വീട്ടിൽ നിൽക്കാം. നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ വരാം. അത്രേ ഉള്ളൂ. ഇപ്പം ഇന്നിപ്പോ എനിക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ട് സീൻ ഉണ്ടായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്ക് തുടങ്ങി രാത്രി 10 മണിയായാലും നമ്മളൊരു 10-17 മണിക്കൂർ 18 മണിക്കൂറാണ് നമ്മുടെ ജോലി ഭാരം. ജോലി ഭാരമല്ല, നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന ഒന്നിനും ജോലി ഭാരം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റിലും അങ്ങനെയാണ്. നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്താണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാവരും, ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ഇപ്പൊ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നാണെങ്കിലും ഈ ഇവിടെ ഉള്ള എല്ലാവരും ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ടൊരു ഫാമിലി പോലെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ചിലപ്പോൾ ഒരു 12 ദിവസം 13 ദിവസം ആയിരിക്കും ഷെഡ്യൂൾ ഉണ്ടാവുക. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു 7 ദിവസം 8 ദിവസം വർക്ക് ചെയ്യും. 7 ദിവസം 8 ദിവസം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്രാവശ്യം സീൻസ് ഒന്നും ഇല്ല, നമുക്ക് സീൻസ് ഒന്നും ഇല്ല, വെറുതെ ഇരിപ്പായിരുന്നു അവിടെ. എന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു സീൻസ് ചെയ്തതായിട്ടുള്ള ഒരു ബോധമില്ല. അത് ഡബ് ചെയ്യാൻ ചെല്ലുമ്പോഴായിരിക്കും ഒരു അടുക്കെടുത്തോണ്ട് വരും. ഇത്രയും ഞാൻ ഇവിടെ അഭിനയിച്ചിട്ടുണ്ടാവും. അത് ഡബ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്രയും സീൻസ് നമ്മളിവിടെ അഭിനയിച്ചു എന്ന് അറിയുന്നത്. അപ്പൊ അത്രയും ഫ്രണ്ട്ലി ആണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിന്റെ ഒരു സുഖമായിരിക്കും. അതുകൊണ്ട് ഒരു കനല്ല. അതെ അതെ അതെ. തൃശ്ശൂർക്ക് വരാറുണ്ട്? വരാറുണ്ട്. വളരെ ഞാൻ ഗുരുവായൂർ ഇടയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ തൃശ്ശൂർ ഒരു ദിവസം തങ്ങിയിട്ട് അവിടെ 2 ക്ഷേത്രങ്ങളിലും ഒക്കെ പോയിട്ട് വരാറുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും അങ്ങനെ ഒരിടത്തും പോയി പോകുന്നത് ഇപ്പോൾ 1 വർഷമായിട്ട് ഒരിടത്തും പോകുന്നില്ല. അപ്പൊ അങ്ങനെ അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം. വളരെ സന്തോഷം. സീരിയലൊക്കെ ആസ്വദിച്ച് ചെയ്യാം. ഞങ്ങളെല്ലാവരും പറയാം. ചായ കുടിച്ചു. ചാടിച്ചോ? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ബിസ്ക്കറ്റ് കിട്ടും. ഞങ്ങൾക്ക് തിരുവനന്തപുരം മറ്റേ കോവളത്ത് സ്കൂബ ഡൈവിംഗ് അവിടേക്ക് പോകണം. അപ്പൊ ശരി, വളരെ സന്തോഷം. നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേട്ടാ. ശരി ശരി. അപ്പൊ നമ്മൾ അഞ്ജനേനെ പരിചയപ്പെട്ടു, സുമിത്രേനെ പരിചയപ്പെട്ടു, നായികേനെ. ഇനി അടുത്തതായിട്ട് അടുത്തൊരു കഥാപാത്രത്തിന് പരിചയപ്പെടാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് മനീഷ. മനീഷ എന്നാണ് പേര്. ഈ കഥാപാത്രത്തിനെ കുറിച്ച് പറഞ്ഞത് മേഘന എന്നാണ് ഈ സീരിയലിന്റെ കഥാപാത്രത്തിന്റെ പേര് അല്ലേ? എവിടെ വീട് മനീഷയുടെ? ഇവിടെ തിരുവനന്തപുരത്ത് പള്ളിവിളയിലാണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് മനീഷ ജയസിംഗ് എന്നാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്ന ക്യാരക്ടർ, ജീവിത നൗകയിൽ ചെയ്യുന്ന ക്യാരക്ടർ മേഘ്ന റെഡ്ഡി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. മേഘ്ന റെഡ്ഡിയുമാണ് അശ്വതിയുമാണ്. അശ്വതി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി മേഘ്ന റെഡ്ഡി ആവുന്ന ഒരു എൻ്റെ ഒരു ജീവിതയാത്രയാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതിനുശേഷം എന്താ പറയണ്ടേ, പിന്നെ എവിടേക്കാ കുഴപ്പമില്ല. സീരിയലിന്റെ കഥേനെ കുറിച്ചിട്ട് പറഞ്ഞത് കുഴപ്പമില്ല, ആളുകൾക്ക് അറിയാം. സീരിയൽ കാണുന്നവർ ഒരുവിധം പേരൊക്കെ കാണുന്നവരൊക്കെ അതുകൊണ്ട് അറിയാം. പിന്നെ അറിയാത്തവരൊക്കെ ഇനി കണ്ടോളൂ സീരിയൽ. അപ്പൊ അപ്പോ വീട് തിരുവനന്തപുരത്താന്ന് പറഞ്ഞു. പഠിച്ചതൊക്കെ എവിടെയാ? പഠിച്ചതൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുണ്ട്, കണ്ണൂരത്തെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, മുംബൈയിൽ പഠിച്ചിട്ടുണ്ട്. അച്ഛന്റെ ജോലി പോവേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ സെൻട്രൽ ഗവൺമെന്റ് ജോലിയായിരുന്നു? അല്ലല്ല, അച്ഛൻ ബിസിനസ് ആയിരുന്നു. ഭാഗമായിട്ടുള്ള യാത്രയില് ഇങ്ങനെ കറങ്ങി നടന്ന് പഠിപ്പൊന്നും. അതെ. പക്ഷെ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ പഠിച്ചു എന്ന് പറയാം അല്ലേ? ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കംപ്ലീറ്റഡ് ആണ്. പിന്നെ എന്താ വീട്ടിലായിരിക്കുന്നുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, സിസ്റ്ററുണ്ട്, ബ്രദറുണ്ട്. പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. ഹസ്ബൻഡിൻ്റെ പേര് ശിവദത്ത് എന്നാണ്. അത് പ്രത്യേകം പറഞ്ഞു, ഇല്ലെങ്കിൽ ഇത് കാണുമ്പോഴേ എന്നെ ചൊറിയും. എൻ്റെ പേര് മാത്രം പറഞ്ഞു. അതെ, കണ്ടു കഴിഞ്ഞ് തോന്നില്ല അല്ലേ കല്യാണമൊക്കെ കഴിഞ്ഞു? കണ്ടാലും പറയത്തില്ല. എൻ്റെ ഒരു അനിയത്തെ പോലെ കാണുന്നു. അത്രയും വേണ്ടായിരുന്നു. അത് ആള് ലേശം ഒന്ന് കയ്യിൽ നിന്ന് എടുത്ത് കൂട്ടിയിട്ടതാണ്. ഇവിടെ എല്ലാ ദിവസവും ഷൂട്ടിങ്ങിന് കാലത്ത് വീട്ടിൽ നിന്ന് വരും. തിരുവനന്തപുരത്ത് തന്നെ വീടായതുകൊണ്ട് സുഖമായിരിക്കും. നമ്മുടെ ലൊക്കേഷനിൽ രാവിലെ 6 മണിക്ക് വണ്ടി വരും നമ്മളെ വിളിക്കാൻ. ഇവിടെ തന്നെ വണ്ടി വരും. നമ്മളിവിടെ 6:30 ആകുമ്പോൾ എത്തണം. 7:30 ഫസ്റ്റ് സീനാണ്. അപ്പം അതിനുള്ള ധൃതിയിൽ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യണം. ഫുള്ള് മേക്കപ്പ് ആയിട്ട് മനീഷയിൽ നിന്നിട്ട് മേഘ്നയായി മാറണം. കുറെ കുട്ടിയൊക്കെ ഇടണം. സീരിയല് ചില സീരിയല് കാണുമ്പോ തോന്നാറുണ്ട് കേട്ടോ നടിമാരാണ് ഓവർ മേക്കപ്പ് എന്ന്. പക്ഷെ ഇപ്പൊ
ഇപ്പൊ നമ്മളിവിടെ എല്ലാവരും കണ്ടപ്പോ അങ്ങനെ മേക്കപ്പ് ഒന്നും അധികം തോന്നുന്നില്ല. ആ. പിന്നെ ഇത് ഫസ്റ്റത്തെ സീരിയലാണോ? അല്ല, ഞാൻ 2 ഫിലിമിൽ വർക്ക് ചെയ്തു. ഫസ്റ്റ് മൂവി ചാലക്കുടിക്കാരൻ ചങ്ങാതി, അതിൽ 3 നായികമാരിലൊരു നായികയായിരുന്നു. പിന്നെ രണ്ടാമത് അത് കലാഭമണിയുടെ വൈഫായിട്ട് ചെയ്യുന്നില്ലേ, അതാണ് ഞാൻ. പിന്നെ ഇർഷാദ് ഹമീദ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ചെയ്ത ഒരു മൂവി വടക്കൻ പെണ്ണെന്ന് പറഞ്ഞിട്ട് അതിൽ വർക്ക് ചെയ്തു. പിന്നെ സൂര്യയിൽ ഇത്തിക്കര പക്കി സീരിയൽ ചെയ്തു. പിന്നെ ഏഷ്യനെറ്റിൽ പൗർണമി തിങ്കൾ ചെയ്തു. പിന്നെ അതിന് മുന്നേ എക്സ്പീരിയൻസ്ഡ് ആണ്. അതിന് മുന്നേ ഈ ഫീൽഡ് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിലോട്ട് അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ വീട്ടിലാർക്കെങ്കിലും അഭിനയിച്ച് എല്ലാവരും കലാകാരന്മാരാണ്. അതുകൊണ്ടാണ് അങ്ങനെയാണ് എത്തിയത്. ഇഷ്ടം. പപ്പയുടെ ആഗ്രഹമാണ് ഞാനൊരു വലിയ ആർട്ടിസ്റ്റ് ആവണം. ഹസ്ബൻഡിനും അഭിനയിക്കണോട്ടൊന്നും ഒരു കുഴപ്പമില്ല. ഭാഗ്യം കൊണ്ട്, ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടി. ഏട്ടനെ കിട്ടിയില്ല, അതുപോലെ തന്നെ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പോട്ടെ. ബാക്ക് സപ്പോർട്ട് ഉണ്ട്. നമുക്ക് പിന്നെ പേടിക്കണ്ടല്ലോ, നമ്മൾ പേടിക്കണ്ടല്ലോ. അയ്യോ ഇനി സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇനി കല്യാണം കഴിക്കാൻ ചെക്കനെ കിട്ടുമോ, അപ്പൊ ചെക്കനെ സപ്പോർട്ട് ചെയ്യണം. ആളെന്താ ചെയ്യണം? ചേട്ടാ ഇവിടെ ബ്രഹ്മോസിലാണ് വർക്ക് ചെയ്യുന്നത്, ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നത്. ചേട്ടാ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ എന്താണോ നിന്റെ ഡ്രീം അത് നീ ചെയ്തോളൂ. പിന്നെ അതും കൂടാന്നിട്ട് ഞാൻ ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതൊരു സൈഡ്. സാധാരണ ഇത് വർക്കാണ് എല്ലാവരും ഒരു സൈഡ് ആക്കുന്നത്, പക്ഷെ അതൊരു സൈഡ്. അത് അമ്മയ്ക്ക് വേണ്ടി, ഇതെനിക്കും എൻ്റെ പപ്പയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഫീൽഡ് ചൂസ് ചെയ്യുന്നത്. പപ്പയ്ക്കാണ് ആഗ്രഹം, അഭിനയിക്കാനല്ലേ. അങ്ങനെയാണ് മേഘനയുടെ വിശേഷങ്ങൾ. മേഘന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനീഷയുടെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത ആളുടെ അടുത്തേക്ക് പോകും. സന്തോഷം. ഇനിയിപ്പോ ഇവിടെ കുറച്ച് പേര് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. നമ്മുടെ സംവിധായകൻ ജീവിതനൗക എന്ന് പറഞ്ഞ സീരിയലിന്റെ സെറ്റിലാണ് നമ്മളിപ്പോ. അപ്പൊ ആ സീരിയലിന്റെ ഡയറക്ടറാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണില്ലേ നമ്മള്. ലേറ്റ് ആയിട്ട് വന്നോണ്ടാ. അതൊന്നുമല്ല, ഈ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചി കാർത്തികയാണ്. സൗദാമിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന കാർത്തിക നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചി. കാർത്തിക ഡബിങ് ആയിട്ട് വന്നപ്പോ ലേറ്റ് ആയിപ്പോ, അതുകൊണ്ടാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നത്. മേക്കപ്പ് ഇല്ലാതെ വളരെ ചുരുക്കമായിട്ട് അതിൽ കാണാം. മേക്കപ്പ് ഇല്ലാതെ സുന്ദരിയാണെന്ന് നോക്കിയേ. ഇവരുടെ ചാനല് എന്താ പറയാ, ഇവരുടെ വീടും വീടിന്റെ പരിസരവും പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതൽ. ഞാൻ ഇപ്പോഴാണ് കണ്ടത് വീഡിയോസ്. ഞാൻ മെയിനായിട്ട് 6 ചേട്ടനിമാരെ 6 വീടുകളും ഒരു കോമ്പൗണ്ടില, ഒരു 2 ഏക്കറിന്റെ ഉള്ളിൽ 6 വീട്. അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള വീഡിയോ. കണ്ടിട്ടുണ്ട്. അതായത് ഒറ്റ മതിലും ഒറ്റ ഗേറ്റുള്ളൂ, ഇടയില് മതില് 10-28 പേര് ഒരു കോമ്പൗണ്ട്. പഴയ കൂട്ടുകുടുംബം 6 വീടുകളാണെന്ന് പറഞ്ഞു. അല്ല നല്ല കാര്യമല്ലേ. അതിൽ തന്നെ ഈ എല്ലാവർക്കും അത്യാവശ്യം പച്ചക്കറിയും മീനും അവരവർക്ക് ആവശ്യമായ പച്ചക്കറി, കോഴി, മീൻ ഒക്കെ അവിടെ കണ്ടു. പിന്നെ ഒരാൾക്ക് ഒരു സാധനം ഇല്ലെങ്കിൽ അപ്പുറത്ത് കൊടുത്തു. അങ്ങനെ സമ്പ്രദായം. അല്ല വളരെ നല്ല കാര്യം അത്. കാരണം ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് അത്യാവശ്യമായിട്ടൊരു സാധനമാണ് അല്ലേ അത്യാവശ്യം. കാരണം നമ്മളൊരു ഈ എന്താ അച്ഛൻ, അമ്മ, മകൻ, ഭാര്യ എന്നുള്ളതിനെക്കാട്ടി ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, നമ്മൾ പറഞ്ഞത് നമ്മുടെ കഥയോ അനിയന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടൊക്കെ മാറുന്നതാണ്. അത് പഴയ കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങളുടെ കഥ അല്ല വേറെ ഈ വൈകാരികത എപ്പോഴും അവിടെ തന്നെയാണ്. ഒരാളും കൂടി പെൺകിട്ടാ. ആ പിങ്കി കണ്ടാ തോന്നില്ലെന്നുള്ളൂ, അഡ്വക്കേറ്റ് ആണ്. എല്ലാവർക്കും ഭയങ്കര ടെൻഷനല്ല. അപ്പച്ച എപ്പോഴും പിങ്കിനെ പീഡിപ്പിക്കും. ഇവളാണ് എന്നെ പീഡിപ്പിക്കുന്നത്. ഞാൻ റെഡി കൊടുത്തു കേട്ടാ. പഞ്ച് പഞ്ച് അതിന് വരുന്ന എപ്പിസോഡിൽ കാണാം. അപ്പച്ചക്ക് ഒരു പഞ്ചൊക്കെ തന്നു. ഇങ്ങനെ കാണുന്നവർക്ക് സ്ട്രോങ് ബോഡിയാണ്. പിന്നെ ജിഷി നമ്മുടെ നമ്മുടെ ഉള്ളൂർ തന്നെയാണ് വീട്. മനീഷ അപ്പൊ ഞാൻ എന്റെ കഴിപ്പ് നിർത്തി കേട്ടോ. ഞാൻ കഴിക്കാതിരിക്കാനല്ലേ വീഡിയോ എടുത്തത്. നമ്മുടെ
അടുത്ത രണ്ടാമത്തെ നായിക വരുന്നുണ്ട്. നായിക നമ്പർ 2 വിക്ടറി സൈൻ കാണിച്ചിട്ടുണ്ടാവാണ് മനീഷ. മനീഷ ഒരു നല്ല ഡാൻസറാണ്, നല്ല ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യും. ഈ സീരിയലിലുണ്ടാ മനുഷ്യരുടെ ഡാൻസ്? പിന്നെ അവള് തന്നെയാണ് കമ്പോസ് ചെയ്തത്. ഇനി അടുത്തൊരു ഡാൻസ് വരുന്നുണ്ട്, താണ്ഡവം വരുന്നുണ്ട്, ശിവതാണ്ഡവം. നമ്മുടെ മണി ഫുഡൊക്കെ മണി നമ്മുടെ സ്വന്തം മണിയണ്ണൻ, മണിച്ചേട്ടൻ, തമ്പി തമ്പി ഇതെന്റെ ടോം ക്രൂസ് ആണ്, പാവപ്പെട്ടവരെ ടോം ക്രൂസ്. ഇതെന്റെ ക്രിസ്റ്റഫർ നോളനാണ്. സാജന്റെ അനിയനായിട്ട് ഹരി എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. നമ്മുടെ സെറ്റിലെ മമ്മൂട്ടി സാധനം ചേട്ടൻ, ദുൽഖർ, ഹരി, മണിരത്നം. അല്ല, മമ്മൂട്ടിയുടെ മോനല്ലേ ദുൽഖർ, അനിയനല്ലോ. അല്ല എന്നാലും അപ്പൊ നീ ആരാന്ന് പറ, നീ ആരാന്ന് കൂടെ പറ. ജിനാരെന്ന് പറയും. നീ സലിംകുമാറാ? നീ സലിംകുമാറാ? കംപ്ലീറ്റ് ആക്ടർ. എങ്ങനെ ഒന്നുമില്ല, ഞാൻ കൂട്ടി പറഞ്ഞു. എനിക്ക് നിന്റെ മമ്മൂട്ടി വേണമെങ്കിലാ. ആസിഫല്ലേ? ഒരു ബ്ലഷിംഗ്, അതെ ഒരു ബ്ലഷിംഗ് കണ്ട എല്ലാരും ആ ഒരു മുഖത്ത് ആ മുഖത്ത് ഒരു ബ്ലഷിംഗ് അതിന്റെ കാരണം എത്രയും സത്യം പ്രേക്ഷകരോട് പറയാം, ഇവിടെ തമ്പിച്ചായെന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ഉണ്ട് അഭിനയിക്കാൻ വന്നത്. അപ്പൊ അതിനെ ഇട്ട് ചുമ്മാ കളിയാക്കുന്നു, അപ്പച്ചിയായിട്ട് ഒരു ട്രാക്കാണോ മറ്റേതാണോ? ഒരു കാര്യം പറയാനുണ്ട്, ഈ നമ്മുടെ പച്ചിയുടെ ഹസ്ബൻഡ് കണ്ണൻ ചേട്ടൻ ഒരു നല്ല നല്ല ക്യാമറമാനാണ്. എം.ജെ. രാധാകൃഷ്ണൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. കണ്ണൻ ചേട്ടൻ നല്ല കിടിലൻ ക്യാമറമാനാണ്, മൂവിയൊക്കെ ചെയ്ത കക്ഷിയാണ്. പക്ഷെ എന്താ പുള്ളി വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ കാണുന്നൊക്കെ തെറ്റാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പുള്ളി അത് പെണ്ണ് കാണാൻ പോയപ്പോ ഫോക്കസ് ഔട്ടായിരുന്നു. അല്ല, അന്ന് ഫോക്കസ് കാണാൻ പോയില്ല, ലൊക്കേഷൻ വെച്ച് കാണുവാൻ. ആ കണ്ടോ, ക്യാമറയിൽ കൂടെയാണ് കണ്ടത് നേരിട്ടാ? ക്യാമറ കൂടെയാ? അപ്പൊ ഫോക്കസ് ഔട്ടായിരുന്നു. അല്ലല്ല എന്ന് പറയല്ലേ, നമ്മുടെ നല്ല ഫോക്കസ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇത് പറയില്ലേ, അല്ല, അപ്പൊ ഫോക്കൽ പോയിന്റ് ഫോക്കൽ പോയിന്റിലൂടെ എന്നിട്ട് ബാക്കി പ്രണയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കവിത എന്ന് പറഞ്ഞ കവിത എന്ന് പറഞ്ഞേ നിരൂപയുടെ കവിത, ചങ്ങമ്പുഴയുടെ മേക്കപ്പ് ചെയ്യണ്ടേ? അടുത്ത സീനില്ലേ? കവിത പറഞ്ഞിട്ട് ചെയ്യുന്നില്ല, കവിത പറഞ്ഞു ഷൂട്ടിംഗ് അല്ലേ പറഞ്ഞേ. ചങ്ങമ്പുഴയുടെ ആ ആയിക്കോട്ടെ, പഠിക്കും ഞാൻ പാടാവേ. 4 പാടുകയല്ല പറയാം. സൗരഭ്യമുറ്റി ത്രസിക്കുന്ന പൂവിന് സൗഹൃദം ഇത്തിരി തെന്നലോട് തോന്നിയാൽ തെറ്റെങ്കിൽ എല്ലാ ശരികളെ കാണും, ആ തെറ്റാണ് എനിക്ക് ഏറ്റവും പ്രിയകരം. ആ തെറ്റാണ് എനിക്ക് ഏറ്റവും അപ്പൊ എന്തോ അന്നേ ക്ലിക്ക് ചെയ്ത് ചേട്ടാ. നമ്മളെ അപ്പച്ചി കാർത്തിക വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ ഒക്കെ ഒരു കുടുംബത്തിൽ ഉള്ള ഒരു ചേച്ചിയെ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സഹോദരിയെ പോലെ ആളാണ്. വളരെ ഫ്രീ ആയിട്ട് ഭയങ്കര ഈ തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിനാണ്. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ഡയറക്ടറെ കാണും, മൊത്തം ഡൈ അടിച്ചിട്ട് നെറ്റ് മുഴുവനും ഡൈ ആണ്. അത് മനസ്സിലായില്ല. ചേച്ചി തന്നെ വിളിച്ചോ. ഞങ്ങൾ തൃശ്ശൂർക്കാര് എത്ര പ്രായമുള്ള പ്രായം കുറഞ്ഞ ആളെയും ഒരു 70 വയസ്സുള്ള ആള് ഒരു 50 വയസ്സുള്ള ആള് ചേട്ടാന്ന് വിളിക്കുക. എന്താ ചേട്ടാന്ന് നിങ്ങളെ മോനെ എല്ലാവരും ചേട്ടാന്ന് വിളിക്കുക. എന്നെ ചേട്ടാന്ന് വിളിച്ച അങ്ങനെയല്ല. പക്ഷെ നിങ്ങൾ തൃശ്ശൂർക്കാർ വേറൊരു സാധനം വിളിക്കുമല്ലോ, അതല്ല ആദ്യം വന്ന് വിളിച്ചത്. ഇവിടെ കന്നാലി കന്നാലി വിളിയൊക്കെ പണ്ട്
ഷവി, കന്നാലി, ഗഡു, ഗഡു എന്നായിരുന്നു ആദ്യം. അത് മാറ്റി ഗഡി. സത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തൃശ്ശൂർ ഭാഷയും തൃശ്ശൂർക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അതായത് 1999 അല്ല അത് എറണാകുളമല്ലേ തൃശ്ശൂരിൽ തൃശ്ശൂരല്ല തൃപ്പൂണിത്തറ സ്നേഹാഞ്ജലി എന്ന് പറഞ്ഞ സീരിയല് തൃശ്ശൂർ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ആ റൗണ്ടിൽ എലൈറ്റ് ഹോട്ടലിലായിരുന്നു. അന്ന് ചേച്ചിക്ക് 34 വയസ്സ്. അന്ന് നിർത്തിയതാണ് തൃശ്ശൂരിലെ ഷൂട്ടിംഗ്. ഇന്നൊക്കെ 34 വയസ്സാ. അന്ന് ഫസ്റ്റ് PDC പഠിച്ചു. ഫസ്റ്റ് PDC. നമ്മളൊക്കെ സാധാരണ എങ്ങനെ പ്രായം പറയുന്നത്? വേറെ ആളോട് ചോദിക്കും, സാധാ നീ ഏത് വർഷമാണ് ജനിച്ചത്? അതിനോട് കൂട്ടി ഒരു 2 വർഷം, 77 എന്ന് പറയുകയാണെങ്കിൽ ഒരു 3 വർഷം കൂടി 80. അതെ, അതൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. റൗണ്ടിൽ കുറെ നിഷ്കളങ്കരാണ്. നിഷ്കളങ്കരാണ്. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഞാൻ കുറെ നാളായിരുന്നു വടക്കുന്നാഥ ക്ഷേത്രം. അഞ്ജലിക്ക് എന്താ പറയാനുള്ളത്? പറയാനൊക്കെ വായി തുറന്ന് കുറെ വായി തളിച്ചതാണ് ആദ്യം. അതുകൊണ്ട് ഇനി കൂട്ടണം. ഓപ്പണായിട്ട് എല്ലാവരും കൂടെ എനിക്കിപ്പോ എന്താ പറയാനുള്ളത് നമ്മുടെ പ്രോജക്റ്റിനെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ജിഷിന്റെ അടുത്ത് നിന്ന് ക്യാമറ വെച്ച് തൃശ്ശൂർക്കാരെ പറ്റി കുറെ പറയാനുണ്ട്. തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞാല് ഇത്രക്ക് നല്ല അത് വേറെ ഒന്നും അവരുടെ സ്വഭാവം. നമുക്ക് കല്യാണം തൃശ്ശൂർ പോണം. ആ ചുമ്മാ അല്ല, വരതേരെ വീട് എന്റെ വൈഫിന്റെ വീട് തൃശ്ശൂർ, അതുകൊണ്ടാ. ഈ തൃശ്ശൂർക്കാരൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ആണോ? പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല തൃശ്ശൂർ കുറെ അടുത്ത് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. തൃശ്ശൂർക്കാർക്ക് നല്ല സെലക്ഷൻ അറിയില്ല എന്നുള്ളതാണ് ഞാൻ ഒറ്റ കാര്യം. അല്ല ഇവർ രണ്ടുപേരും തൃശ്ശൂർ. സെക്ഷൻ എന്റെ കാര്യത്തിൽ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് നമ്മുടെ ഇതിനകത്തുള്ള നമ്മുടെ ഈ ഡൈനിങ് ടേബിളിനകത്തുള്ള കുടുംബ ബന്ധങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? അങ്ങനെ വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഏറ്റവും ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നുകൂടെ ബോണ്ടിങ് ഉണ്ടാവാനുള്ള കാരണം കൊറോണയാണ്. സത്യത്തില് പ്രാവശ്യം ഇവിടെ നമ്മൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉണ്ടായപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഈ വീടും പിന്നെ ഷൂട്ട് ഇറങ്ങുന്ന ആ വീടും, ആ 2 വീടായിരുന്നു ഞങ്ങളുടെ ലോകം. രാവിലെ അവിടെ നിന്ന് എണീക്കും, എല്ലാവരും അവിടെ താമസിച്ചു, ഇവിടെ വരും, ഷൂട്ട് ചെയ്യും. ഇവിടെ തന്നെ ആയിരുന്നു മെസ്സ്, ഫുഡ് ഡബിങ് ഇവിടെ. അപ്പൊ ആ ഒരു സമയം ശരിക്കും ഞങ്ങളിലുള്ള ഒന്നുകൂടെ നല്ല ബോണ്ട് ഉണ്ടായി. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടാക്കുമ്പോൾ ആർക്കും ഒരു ഫീലിംഗും തോന്നാത്തത് അതുകൊണ്ട് മാത്രമാണ്. എല്ലാവരുടെയും ചിലപ്പോൾ ഒരു ഈഗോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ലൈക്ക് എ ഫാമിലി. ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ടേബിളാണ്. ഇതാണ് നമ്മുടെ കഥാപാത്രം, പ്രധാന കഥാപാത്രം ഡൈനിങ് ടേബിളാണ്. ഈ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും വരുന്ന തീരുന്ന കാര്യങ്ങളെ നമ്മൾ ഇതുവരെ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് താരം ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ ഐശ്വര്യ റായിയാണ്. സ്വന്തം ഐശ്വര്യ റായി. കസേരയില്ലെങ്കിൽ പോലും അപ്പച്ചി അവിടെ അതെ, ഞാൻ ഇവിടെ വന്നതിന് മുമ്പ് കാർത്തികേടി ഇങ്ങനെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോ എനിക്ക് പണ്ടത്തെ ഒരു ഉദാഹരണം മനസ്സിലായത്. എന്താണ്? പറന്നു പോയതിനെ ഏണി വെച്ച് പിടിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? അതുകൂടെ പറയണം. കാരണം ഞങ്ങളിങ്ങനെ സീരിയല് സാധാരണ സീരിയലുകൾ കാണുമ്പോൾ അതിൽ എപ്പോഴും പിരിമുറുക്കങ്ങളും നമുക്ക് പിന്നെ ക്യാമറക്ക് പുറകിലില്ല. നല്ലൊരു കുടുംബം. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഈ ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റും തുടങ്ങുന്നതും തീരുന്ന വിഷയങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ഇതൊരു കുടുംബമാണ്. കാരണം നമ്മൾ ഒരു വർഷമായി തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം 1 മാസം കഴിഞ്ഞ ജനുവരി 8-ന് സ്റ്റാർട്ട് ചെയ്തതാണ് പ്രോജക്റ്റ്. ഇപ്പോഴും ദൈവം സഹായം ഇങ്ങനെ പോകണം. ഇനി ഒരു 4-5 ദിവസം കൂടെ കാണുകയും ചെയ്യും. ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോ അവരോരോ ക്യാരക്ടേഴ്സ് ആവും. അത് പുലിയാവും. ഈ ചിരിയൊന്നും ഉണ്ടാവില്ലല്ലോ. അയ്യോ പറയണ്ടൊക്കെ പറയും. അതുകൂടെ കണ്ടിട്ട് പൊക്കോളൂ. ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചിട്ട് വെക്കും. വെറുതെ പറയാം, ഞാൻ അത്ര വലിയ പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ഞാനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ കുറിച്ച് എനിക്കുണ്ട് പറയാ പറഞ്ഞു പറഞ്ഞു.
നമസ്കാരം. എന്റെ പേര് മനീഷ. രാവിലെ ഗണപതിക്ക് തേങ്ങ അടിക്കുന്ന പോലെ ശുഭമായിട്ട് സാറിന് ഞാൻ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അന്നത്തെ ദിവസം നോക്കാണ്. അപ്പൊ ഞാൻ അതെന്നും അത് സ്വീകരിക്കുന്നതാണ്. പക്ഷേ ഈ തേങ്ങ അടിക്കല് രാവിലെ തുടങ്ങിയ വൈകിട്ട് വരെ രാവിലെ തുടങ്ങും, പിന്നെ 101, 1001 പോകാറുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് മേഘന ഇപ്പോഴും മേഘനയായിട്ട് നിൽക്കുന്നത്. അതാണ് അല്ല, പക്ഷെ വേറെ കാര്യം ഉണ്ടെന്നറിയോ? വേറെ കാര്യം മേഘന പറഞ്ഞ ശരിയായ കാര്യം. പക്ഷെ ഞാൻ ഒരിക്കലും ഈ വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതി കഴിക്കാറ്. വഴി കിടക്കുന്ന തേങ്ങ ഇട്ട് വരുമോ? അല്ലല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് തേങ്ങ കൊണ്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ വീട്ടിൽ കിടക്കുന്ന തേങ്ങ എടുത്ത് അല്ല വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതി കടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല. ഞാനൊരു തേങ്ങ അടിക്കും, അത് വീട്ടിൽ നിന്ന് രാഗി മിനുക്കി വൃത്തിയാക്കി കൊണ്ടുപോയി അതിന് മറ്റേ അവിടെ കൊണ്ടുപോയി ഒരു പൈപ്പുണ്ട്. ഗണപതിയിൽ പോയിട്ടുണ്ടോ? ഒരെണ്ണ കയറി അവിടെ പൈപ്പുണ്ട്. പൈപ്പിൽ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതുകൊണ്ട് എനിക്കൊരു ഗുണം പറഞ്ഞ ഭഗവാനെ എന്ന് കരുതി തന്നെയാണ് അടിക്കുന്നത്. പിന്നെ മേഘന പറഞ്ഞോട്ടെ, ഈ റോഡിൽ കിടക്കുന്ന തേങ്ങ എടുത്ത് കിടക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും. ഐ ഡോണ്ട് നോ ദാറ്റ്, എനിക്ക് അറിഞ്ഞൂടാ. ആവശ്യത്തിന് മാത്രമേ അല്ലാതെ അല്ല, പിന്നെ ഈ വൈകുന്നേരം ജിഷൻ ചേട്ടനും സഹാൻ ചേട്ടനും ഹരിക്കൊന്നും ഒരു കോട്ടയില്ല. എനിക്കാണ് അല്ല മനീഷ, എനിക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടില്ല. എല്ലാവരെയും അവൻ എന്നെ വരെ പക്ഷെ അത് നമ്മുടെ നല്ലതിന് സാധാരണ ഡയറക്ടറിന്റെ ഇതിന് വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മുടെ സീരിയൽ അതുകൊണ്ടാണ് നല്ല മെച്ചത്തിൽ പോകുന്നത്. നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. ഞങ്ങളെ അപ്പച്ച വേറെ അടുത്ത് പറയാറുണ്ട്, എന്താന്ന് കാണിക്കുന്നത്, കുറെ വർഷമായാലും അത് മോന്തയ്ക്കകത്തൊന്നും വരില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഇത്രയും കാണിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി വെറുതെ അവസ്ഥ. കറക്റ്റാണ്. അല്ല ഈ പറയാ നമ്മുടെ ഈ ബാക്കിയുള്ളതൊക്കെ അല്ല, ഒരു സെക്കൻഡ്, ഞാൻ അത് കാര്യം വേണ്ടത് എന്നെ ഒന്ന് പറയാ. ഇതിനകത്ത് ഇപ്പൊ ഇരിക്കുന്നതിനകത്ത് ഏറ്റവും സീനിയർ ആയിട്ടുള്ളത് കാർത്തിക തന്നെയാണ്. പ്രായം കൊണ്ടല്ല, എക്സ്പീരിയൻസ് ഉണ്ട്. അവൻ ഈ പറഞ്ഞ ഇൻഡസ്ട്രിക്കകത്ത് വന്നതിൽ കാരണം ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ് സത്യം ഈ വംശം എന്നുള്ള സീരിയൽ കാണാം ദൂരദർശനിലെ ആദ്യത്തെ മെഗാ സീരിയൽ. ആ, അതിലൊക്കെ അഭിനയിച്ച കക്ഷിയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രയോജനവും അങ്ങോട്ട് ഇന്ന് വരെ ഒരു സാധനമില്ല. ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചപ്പോ കാണുന്ന കാർത്തികയെ തന്നെ ഇപ്പോഴും നമ്മൾ കാണണം. അല്ല ഈ മറ്റേ കുറച്ച് സൗന്ദര്യം കൂടിയിട്ടുണ്ടെന്ന് ജെയിംസ് ക്യാമറോണൊക്കെ ടൈറ്റാനിക് ഉണ്ടാക്കുന്നതിന്റെ മറ്റേ കാറിന്റെ സീക്വൻസ് വെച്ചിട്ട് അത് ഇവരുടെ പ്രണയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള പ്രണയം. അവിടെ ടൈറ്റാനിക്കിൽ ഷിപ്പ് ആയിരുന്നെങ്കിൽ ഇവിടെ കാർ ആയിരുന്നു എന്ന് മാത്രം അല്ലേ? കറുത്ത കാർ 68 നേരത്തെ എന്തോ പറയാമെന്നല്ലോ നിതിന്. അല്ല ഞാൻ പറഞ്ഞു വന്ന വേറെ തന്നെ ഈ ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെ സാധാരണ എല്ലാവർക്കും ഉണ്ട്. അത് പിറ്റേ ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കോ അല്ലെങ്കിൽ ക്യാരി ഓവർ ചെയ്യുന്ന ഒരു സ്വഭാവം. ഇത് പിന്നെ അങ്ങനെയൊന്നുമില്ല. ആ ഷോട്ട് കഴിഞ്ഞു അത് അവിടെ തീർന്നു. അത് വലിയൊരു കാര്യമില്ല. അത് കഴിയുമ്പോഴേക്കും മനസ്സിൽ നിന്ന് കളയാന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും അടുത്ത് തോന്നുന്നുണ്ടാവില്ലേ? അല്ല, നമ്മൾ ഷോർട്ടിനും കട്ടിനും ഇടയ്ക്കേ ഉള്ളൂ. കൃഷ്ണന്റെ ദേഷ്യം എന്ന് പറയുന്നത് ഷോർട്ടിനും കട്ടിനും ഇടയ്ക്കേ ഉള്ളൂ. അതിനുശേഷം അത് ക്യാരി ചെയ്യില്ല. അല്ല, ഏറ്റവും പേടിച്ച് നിൽക്കേണ്ട ഒരു സമയമുണ്ട്, വൈകുന്നേരം ലൈറ്റ് പോകുന്നു. ഞങ്ങൾ എല്ലാവരും വേറെ കാര്യമുണ്ട്. ടു ബി വെരി ഫ്രാങ്ക്, കാരണം ഞാൻ പണ്ട് സരിയു എന്ന സീരിയൽ ചെയ്യുമ്പോൾ ജിഷ്ണു നേരത്തെ ഉണ്ടായിരുന്നു തുടക്കകാലഘട്ടത്തിൽ. അപ്പൊ നമ്മളൊരു ഈവനിങ് മൂഡിൽ ഒരു 4 മണി തൊട്ട് ഒരു 6 മണി വരെ കുറച്ച് സീൻസ് ഷൂട്ട് ഔട്ട്ഡോറിൽ. അപ്പോൾ 5 മണി വരെ ലൈറ്റ് ഡൗൺ ആയി തുടങ്ങും. ഈ ജിഷിന്റെ എന്തോ എനിക്കറിയത്തില്ല, പുള്ളിക്ക് ആ സമയത്താണ് ഷോട്ട് സീൻ വരുന്നത്. ജിഷൻ അന്ന് തുടങ്ങിയിട്ടുള്ളത് ഓട്ടോഗ്രാഫ് എന്ന ഫീൽഡ് ചെയ്ത് വന്നിരിക്കുന്ന സമയമാണ്. വലിയ ആക്ടർ ഒന്നുമല്ല ഇപ്പോഴത്തെ പോലെ, അവരൊന്നും അറിഞ്ഞൂടല്ല ഇപ്പോഴത്തെ പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഭയങ്കര ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. തെറി പറഞ്ഞിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. തെറിയൊന്നും പറഞ്ഞിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മൾ എനിക്കൊരു താല്പര്യമുണ്ട് ഇതിനകത്ത്. ഞാൻ ചെയ്യുന്ന ജോലിക്കകത്ത് എനിക്കൊരു എന്തോ ഞാൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ കൂടെ ഉള്ളവർ ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിനാണ് ഈ പറയുന്നത്. അപ്പോൾ അത് അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. സത്യം, തീർച്ചയായും. കാരണം നിനക്ക് പിന്നെ ഇരിക്കാനേ പറ്റിയിട്ടില്ല. ഈ സീരിയലിൽ ഇങ്ങനെ വിളിച്ചപ്പോൾ സമയത്ത് ഷോട്ടിൽ വരാറുണ്ടോ? പിന്നെ കറക്റ്റ് എന്താ കിട്ടുന്നവര് അല്ല, അത് ആ സീനിൽ നമ്മൾ 3 പേരാണ്. ഇവര് തെറ്റിച്ചാലും ചീത്ത കിട്ടുന്ന എനിക്ക് നിന്നോട്
നിന്നോടല്ലാതെ ഞാൻ വേറെ ആരോടാണ് ഞാൻ ഇത്ര ഇങ്ങനെ ഇത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഈ കേക്ക് തന്നെ ചെയ്യാനേ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അല്ല വേറെ എന്തറിയോ, നമ്മളൊരു സീൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. പുള്ളി വേറെ ഒന്നും ചെയ്യുന്നത്. നമ്മളിപ്പോ ഞാൻ സാഹചര്യം നിതിനായിട്ട് സീൻ ഷൂട്ട് ചെയ്യണം. പുള്ളി ഇപ്പുറത്ത് മാറി ഫോണിനകത്ത് ഹലോ ആരെങ്കിലും പറയൂ, പിന്നെ തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. അതിനാണ് ഇത്രയൊക്കെ ഹലോ 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 എന്നാണോ ചക്കരി മുത്തേ നിൽക്കാതെ കട്ട് ചെയ്യാൻ അങ്ങനെ ആയിരിക്കും. അവിടെ എന്തിനാണ് ഫോൺ വെച്ചോണ്ടിരിക്കുന്നത് അല്ല പിന്നെ വേറെ കാര്യം വെച്ചാല് എനിക്ക് തന്നെ കുടുംബം, എന്റെ വീട് പോലെ തന്നെയാണ് ഈ ജീവിതം നോക്കുക എന്ന് പറഞ്ഞ സീരിയലിന്റെ ഈ ഡൈനിങ് ടേബിളും ഈ മുറിയും എനിക്ക് അതുപോലെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ സഹോദരങ്ങളാണ്. കൃഷ്ണയായിരുന്നാലും സാധനായിരുന്നാലും അഞ്ജനായിരുന്നാലും മനീഷയായിരുന്നാലും നിതിനും കാർത്തികയും പിങ്കി എല്ലാവരും നമ്മുടെ ഒരു കുടുംബമാണ്. പ്രഭാകരനുണ്ട്, സുഭാഷുണ്ട്, പിന്നെ കൃഷ്ണേട്ടനുണ്ട്. ജസ്റ്റ് ഒരു കക്ഷി വന്നത് ഇപ്പം തൽക്കാലം പേര് പറയാൻ നിർവാഹമില്ല. ഒരാഴ്ചയുടെ കഴിയുമ്പോൾ അത് റിവീലാവും. അത് വരട്ടെ. അദ്ദേഹവും നമ്മളെ കൂടെ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്ത കക്ഷിയാണ്. 2 ദിവസത്തേക്ക് വർക്ക് ചെയ്യാൻ വന്നു. ഫിലിമിൽ നിന്നാണ് വന്നത്. ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. അദ്ദേഹം നമ്മുടെ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ്. ഇതേപോലെ എനിക്ക് ഇതേ ടേബിളിൽ ഞാൻ ഈ കസേര അറിയത്തില്ല, എന്തോന്നും അറിയത്തില്ല. എപ്പോഴും ഞാൻ ഈ കസേര ഞാൻ ഇരിക്കത്തുള്ളൂ. അറിയാതെ വന്നു പോയതാണ് ആദ്യം തൊട്ട്. 1 വർഷം തൊട്ട് പറയും. ഇല്ല അങ്ങനെയല്ല, അത് ആദ്യമേ അങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ എന്തായാലും ഒരു ഡയറക്ടർ ആണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ഞാനല്ല ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ്, നമ്മളെല്ലാവരുമാണ്. ഇതിനകത്തുള്ള എല്ലാവരും ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്. കാരണം കപ്പൽ മുങ്ങാൻ എളുപ്പമാണ് ഇല്ലേ? ക്യാപ്റ്റനെ മറ്റേ മോളിൽ ഇരുന്ന് ടയർ അടിച്ചാൽ മതി. താഴെ നിൽക്കുന്ന ഒരാൾ ഒരു ഓട്ടം ഇട്ട് കൊടുത്താൽ തീരുന്ന സാധനമേ ഉള്ളൂ. താഴെ നിൽക്കുന്ന നമ്മുടെ മണി അടക്കമുള്ള മുത്തുവണ്ണൻ മണി എല്ലാവരും കൂടെ ചേർന്നാണ് ഈ നൗക തുഴച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തുഴഞ്ഞു പോട്ടെ. അതെ സാറ് ഹോട്ടായി പറയുന്നതിനെ അപ്പൊ നമുക്ക് നിർത്താം. നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ നല്ലൊരു വ്ളോഗാണ് നമുക്ക് കിട്ടിയത് ഇവിടെ. ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാൻ ഒന്നുമില്ല, ഞങ്ങൾക്ക് രഹസ്യങ്ങളൊന്നുമില്ല. അത് കട്ട് ചെയ്യണേ. അത് കട്ട് ചെയ്ത് അത് പിന്നെ പറയണ്ട. ചക്കര വരതല്ല, വരതിയ വരതെന്ന് വിട്ടു. അടുത്ത വർഷം നന്നാണ്. അപ്പൊ ഞങ്ങളെ താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സത്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു. ഈ LLP ആണോ മറ്റേ അതൊക്കെ പോയി വിധിയാണ്. ആക്ഷൻ. ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ചു? അല്ലല്ല മുഖത്ത് നോക്കണ്ട. അങ്ങനെ പറഞ്ഞു നോക്കി. ഞാൻ നിന്നോട് അല്ലല്ല ആ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ പറഞ്ഞു നോക്കി. ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ചു? അല്ലല്ല അങ്ങനെ നിന്നിട്ട് അങ്ങനെ പറഞ്ഞു നോക്കി. അല്ലല്ല സ്ലോ പേസ് പറഞ്ഞു. ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ചു? ആ അപ്പോഴാണ് കൊള്ളുന്നത്. അല്ലല്ല അഞ്ജന അപ്പോഴാണ് കൊണ്ടത്. അത് കാരണം പുള്ളിക്ക് അത് ഫീൽ ചെയ്ത് മനസ്സിലാവുമ്പോഴാണ്. ആ നിന്നെ തൊട്ടെ കൈ തട്ടി വിളിക്കാൻ അമ്മിച്ചാനെ വിളിച്ചു വരുത്തല്ലേ? മറ്റൊന്നും നോക്കാതെ ചോദിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്.
കഴിഞ്ഞില്ല ആയില്ല എന്തോ ഡയലോഗ് എന്തോ അത് അല്ലല്ല മൊത്തം പറഞ്ഞേ ഞാനിവിടെ വന്ന് മജീദ് അവകാശം പറഞ്ഞ സുമിത്ര നോക്കല്ലേ ഇവിടെ നോക്കല്ലേ അല്ലല്ല ആ നമ്മള് സെറ്റിന്റെ അവിടെ നിന്ന് പോന്നു കേട്ടാ. അങ്ങനെ അവരുടെ ഷൂട്ടിങ്ങില് ഇപ്പൊ വ്യാപൃതരായി അതന്നെ. അപ്പൊ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. അപ്പൊ നമുക്ക് നിർത്തണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. നന്ദി, നമസ്കാരം.